എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ മാസാണിയമ്മൻ കോവിലിൽ പോയിരുന്നു. മാസാണിയമ്മൻ കോവിലിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ എന്നിട്ട് കമൻറ്റുകൾ കണ്ടായിരുന്നു. പിന്നെ ആളുകൾ മെസ്സേജ് അയച്ച് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയാണ് പോവുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ എനിക്കതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞാൽ അറിയാൻ പാടില്ല. കാരണം ഞാൻ മിക്കവാറും എൻ്റെ വണ്ടിക്ക് തന്നെയാണ് സാധാരണ പോവുക. ബസ്സിന് ഞാൻ പോയിട്ടില്ല. പക്ഷേ ബസ്സിന് പോകാനായിട്ട് എളുപ്പമാണ്. കാരണം ഇവിടെ നിന്ന് നമുക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് നേരെ പൊള്ളാച്ചി പിടിക്കുക. പൊള്ളാച്ചി ആദ്യം പോവുക. പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ ആനമലയ്ക്ക് പോകുന്നതായ ബസ്സുകളുണ്ട്. ഇഷ്ടംപോലെ ബസ് സർവീസ് ഉണ്ട് അതിൽ കൂടി പോകുന്നത്, ആനമലയിൽ പോകുന്നത്. അപ്പോൾ ആനമലയിൽ പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ നേരെ ആനമലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജംഗ്ഷൻ കഴിയുമ്പോൾ മാസാണിയമ്മൻ കോവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇറക്കി തരും. തിരിച്ച് അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ദർശനമെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ നിന്ന് അതുപോലെ തന്നെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് പൊള്ളാച്ചി വരിക. പൊള്ളാച്ചിയിൽ നമുക്ക് കേരളത്തിലേക്ക് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്, അറിയാലോ, ഈസി ആയിട്ട് വരാം. പിന്നെ അല്ലാണ്ട് ഉള്ള ബസ്സുകളുണ്ട്, പക്ഷേ അത് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളത് അറിഞ്ഞുകൂടാ, എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. അപ്പോൾ ഇനി നമ്മുടെ ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഗോവിന്ദാപുരം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് ബസ് ഉണ്ടാകുന്നുള്ളതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം. നിങ്ങൾ നേരെ പൊള്ളാച്ചി ചെന്നിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറി പോകുന്നതായിരിക്കുള്ളൂ കുറച്ചും കൂടി എളുപ്പം. പിന്നെ അവിടെ ചെന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇപ്പോഴും ആൾക്കാർ എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യണം സാറേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു താല്പര്യമാണ്. കാരണം മാസാണിയമ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ തമിഴ്നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകൾ, ഏറ്റവും സാധാരണക്കാരായ കർഷകന്മാരായ ആളുകളൊക്കെ അധികം വരുന്ന സ്ഥലമാണ്. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാം ഈ കർഷകരായിട്ടുള്ള സ്ത്രീകളൊക്കെ വന്നിട്ട് അവിടെ മാലകളും പല പല സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ക്യൂ നിൽക്കുന്നത്. അതൊരു ഭയങ്കര രസകരമായ കാഴ്ചയുണ്ട്. സാധാരണക്കാരുടെ ഒരു അമ്പലമാണ് ഒറ്റവാക്കി പറഞ്ഞാൽ. ഈ ഇപ്പോൾ നമ്മൾ വേറെ കുറേ അമ്പലങ്ങളുണ്ട്, വലിയ വലിയ ആളുകളൊക്കെ വരുന്ന. ഇപ്പോൾ ഗുരുവായൂർ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഇതല്ല. ഇത് സാധാരണക്കാരുടെ വലിയ വലിയ ആൾക്കാർ വരുമാനിക്കാം, എന്നാലും സാധാരണക്കാരായ ആൾക്കാർ എപ്പോഴും അവിടെ വരുന്ന സ്ഥലമാണ്. അവരവിടെ വന്ന് അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, അവിടെ ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കുറേ സമയം അമ്മയോടെ ചിലവഴിക്കുന്നു. അപ്പോൾ ഈ ദേവി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഈ മാസാണി അമ്മൻ എന്ന് പറയുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ ശ്മശാന അമ്മൻ എന്ന് പറയുന്നത്, അതായത് ചുടല ഭദ്രകാളി നമ്മൾ മലയാളത്തിൽ പറയുന്നില്ലേ, അതേപോലത്തെ ഒരു കൺസെപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അതിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കര പവറാണ്. അപ്പോൾ ഞാൻ അവിടെ ഇതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് ഒന്ന് രണ്ട് കക്ഷികൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആയിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പല പൂജകളും ചെയ്തിട്ട് മാറാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ഇപ്പം എനിക്കിങ്ങനെ ദേവിയോട് പറഞ്ഞ് ഇവിടെ വന്ന് നീ എന്നെ വന്ന് കാണൂ, നിൻ്റെ കാര്യം എൻ്റെ കാര്യം മീൻസ് ആ ക്ലയൻറ്റിൻ്റെ കാര്യം ശരിയാക്കി തരാമെന്നൊരു മെസ്സേജ് വന്നപ്പോഴാണ് അങ്ങനെ പോയതാണ്. ആ ക്ലയൻറ്റിൻ്റെ കൂടെ പോയതാണ്. പക്ഷേ കാര്യം നടന്നു വൃത്തിയായിട്ട്. അതിന് ശേഷം അവരുടെ പ്രശ്നമേ മാറിപ്പോയി എന്നുള്ളതാണ്. അത്രയും പവർഫുള്ളാണ്. കാരണം നമുക്കത് പറയുമ്പോൾ ഞാനതിനകത്ത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പല സ്ഥലങ്ങളിലും പോയിട്ട് നമ്മൾ ചെയ്ത് മാറാത്ത കാര്യങ്ങൾ അവിടെ പോയിട്ട് അവിടെ ഈ മുളകരക്കുന്നൊരു വഴിപാടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് മുളകരക്കണതിന് ഒരു 50 രൂപ ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് എടുത്ത് അതിനു മുമ്പ് നമ്മളൊരു പാക്കറ്റ് മുളക്, ഒരു 2 ചെറുപഴം, പിന്നെ ഒരു നാളികേരം, ഇത്ര സാധനങ്ങൾ വാങ്ങിയിട്ട് വേണം അതോട്ട് പോകാനായിട്ട്. പിന്നെ ഒരു മാലയും കൂടി വേണമെങ്കിൽ മേടിച്ചിട്ട് ദേവിക്ക് അവിടെ സമർപ്പിക്കാം. അപ്പോൾ ഇത് നമ്മൾ അത് നമ്മൾ ചെന്ന് ഇത് കഴിഞ്ഞിട്ട് ഈ ദേവിനെ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ മുളക് അരക്കണ ഒരാളവിടെ നിൽക്കണ്ടാവും. നമ്മളതിൽ മുളക് ഇട്ടിട്ട് നമ്മളിങ്ങനെ അരക്കണം. നമ്മളതിനെ അരച്ചിട്ട് ഒരു പ്രതിമയുണ്ട്, ചെറിയ പ്രതിമയുണ്ട്. ആ പ്രതിമയുടെ മുകളിൽ സാധനം തേച്ച് പിടിപ്പിക്കണം. അത് നമുക്ക് കൈയൊക്കെ വാഷ് ചെയ്യാനുള്ള വെള്ളമെല്ലാം തരുവാണെന്ന്. അത് കഴിഞ്ഞ് പുറത്തേക്ക് പോകാം. ഇത് നമ്മുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് മുമ്പായിട്ട് എന്താണ് വേണ്ടത്, നമ്മുടെ ബാധോഷങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യണത്. നിങ്ങൾ വേറെ ആൾ ഉപദ്രവിക്കാനായിട്ടുള്ള പരിപാടിയൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നിങ്ങളുടെ ബാധാവിഷയങ്ങൾ മാറ്റിത്തരാൻ വേണ്ടിയിട്ട് പോയി ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 മാസത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ നടക്കും. ഒരു സംശയം വേണ്ട, നടക്കും. നടന്നു കഴിഞ്ഞാൽ പിന്നെ ദേവിനെ മറക്കരുത്. പിന്നെ പോയിട്ട് നമ്മൾ ഒരു മാലയും കുറച്ച് എണ്ണ, അവിടെ എണ്ണ കിട്ടും, നല്ലെണ്ണയും വേണമെങ്കിൽ ഒരു പനിനീര്, റോസ് വാട്ടർ, അതും വാങ്ങി അവിടെ സമർപ്പിച്ച് തൊഴുത് പോരുക. അതാണ് അവിടുത്തെ ചടങ്ങ്. പിന്നെ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ അവിടെ നിന്ന് പ്രസാദമോ സാധനങ്ങളൊന്നും തന്നെ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ തൊഴുതിട്ട് നേരെ വീട്ടിലേക്ക് തന്നെ വേണം വരാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞ് ഈ 3 മാസം ആകുമ്പോഴേക്കും കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ തിരിച്ച് ചെന്ന് രണ്ടാമത് നന്ദി അവിടെ പറഞ്ഞ് പ്രകടിപ്പിച്ച് പോരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നിങ്ങളത് മറക്കരുത് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ വേറെ സാരി കൊടുക്കുന്നുണ്ട്, സാരി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ദേവിക്ക്. അങ്ങനെ പല പല വഴിപാടുകൾ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നണം, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ഒരു അറിവിൽ കിട്ടിയ വിവരങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ സാധാരണ പോയി അവിടെ തൊഴുത് അവിടെ കുറച്ച് ഇരുന്ന് ധ്യാനം ചെയ്ത് പോരുന്ന ഒരു പ്രവണതയാണ് സാധാരണ. എന്തെങ്കിലും മാലയൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ പോവുക, ഇതുപോലെ ഒന്ന് പോയി നോക്കുക. ഇതുപോലെ ഒരുപാട് ദുരിതമുള്ള ആൾക്കാരാണെങ്കിൽ 1-2 പ്രാവശ്യം പോകുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ വേറെ ആൾക്കാരെ പലരെയും ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക സ്ഥലം തന്നെയാണ്. നമ്മളുടെ കേരളത്തിലുള്ള അമ്പലം പോലെയല്ല, അത് വേറൊരു ലെവലാണ് ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ പോയി നോക്കാം. പിന്നെ കാറിനാണ് പോകണമെന്നുണ്ടെങ്കിൽ ചെമ്മനാമതി വഴി പോവുകയാണെങ്കിൽ നമുക്ക് നെന്മാറ കഴിഞ്ഞിട്ട് ഒരു റൈറ്റ് ഒരു ടേണുണ്ട്, ചെമ്മനാമ്പതി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, ചെക്ക് പോസ്റ്റ്. അതിൽക്കൂടി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ആനമല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്താൻ പറ്റും. പൊള്ളാച്ചി അല്ലെങ്കിൽ നമ്മൾ പൊള്ളാച്ചിയിലേക്ക് പോകുന്ന വഴിക്ക് നേരെ പോയിട്ട് ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് റൈറ്റ് എടുത്താലും നേരെ അങ്ങോട്ടേക്ക് ചെല്ലാം. കുറച്ചേ ഉള്ളൂ അങ്ങോട്ടേക്ക്. അങ്ങനെ വേണമെങ്കിൽ പോവാം. അപ്പോൾ അതിൻ്റെ തിരിവുകളൊക്കെ കുറവായിരിക്കും ആ വഴിയാകുമ്പോൾ. പൊള്ളാച്ചിക്ക് 5 കിലോമീറ്റർ ഇപ്പുറത്തോട്ടാണ് ആ ജംഗ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വേണമെങ്കിൽ പോവാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടംപോലെ വണ്ടിയുള്ള ആൾക്കാർക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് വേണമെങ്കിൽ പോകാൻ സാധിക്കും. അപ്പോൾ പറ്റുന്നവർ പോവുക, അവിടെ പോയി തൊഴുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.